നമുക്ക് നിധിയുടെ സുധീഷിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇന്നു മുതൽ വേദയുടെയും വിക്രത്തിന്റെയും വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പാർട്ട് 1, 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം വീഡിയോസിന് ലെങ്ത് കൂടുതലാണ്. സാധാരണ അരമണിക്കൂറല്ലേ ഉള്ളൂ, പക്ഷേ ഇത് അരമണിക്കൂറല്ല, 2-3 മണിക്കൂർ വീഡിയോസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പാർട്ട് 1, 2 എന്ന് പറഞ്ഞുകൊണ്ട് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ഭാഗങ്ങളും കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ നീതുവിനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹരീഷ്. അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയാണ്. നാളെ ഞങ്ങൾ എല്ലാവരും കൂടെ കുടുംബക്ഷേത്രത്തിൽ പോകുമെന്ന് പറഞ്ഞു. നീതു പറഞ്ഞു, എനിക്കിവിടെ വരണമെന്നുണ്ടായിരുന്നു, എന്ത് ചെയ്യാനാ? ഹരീഷ് പറഞ്ഞു, അതിന് നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞല്ലോ. വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ നിന്നെ കൂട്ടിക്കൊണ്ട് ഞാൻ പോകാം. അപ്പം അടുത്ത വർഷം എനിക്ക് വരാൻ പറ്റുമോ? നോക്കട്ടെ. ദേ, കല്യാണം കഴിഞ്ഞാലും ഇല്ലേലും അടുത്ത വർഷം ഞാൻ ഉറപ്പായിട്ടും കുടുംബക്ഷേത്രത്തിൽ വരുമെന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. അതെ, ഒരു നിമിഷം വെക്കരുത് കേട്ടോ ഹരീഷെ, കോള് കട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നീതു ഫോണുമായിട്ട് ഹാളിലേക്ക് വന്നു. ആ സമയത്ത് അഖിലിനെ കഴിക്കാനുള്ള ചോറൊക്കെ എടുത്തോടെ കൊടുക്കുമായിരുന്നു അല്ലേ. ഇതാ ഇപ്പം നീതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു, എന്താടി നീ ഫോണുമായിട്ട്? അതെ, എന്നെ ഇപ്പോൾ ഹരീഷേട്ടനാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. ഹരീഷേട്ടനും കുടുംബക്ഷേത്രത്തിലേക്ക് പോകുക നാളെ. 3-4 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. എന്നോടും വരുന്നുണ്ടോയെന്ന് ചോദിച്ചു. പിന്നെ കല്യാണം കഴിഞ്ഞായിരുന്നു, ഞാൻ കൂടെ പോയേനെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നല്ല ദേഷ്യം വന്നില്ല അതൊക്കെ. പിന്നെ ഒരു കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്നു, നാണം ഉണ്ടോടി നിനക്ക്? ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരാനെന്ന് ചോദിച്ചു. എന്തിനാ നാണിക്കുന്നേ? ഉള്ള കാര്യമല്ലേ പറഞ്ഞേ. അടുത്ത വർഷം ഇതേ സമയത്ത് ഞങ്ങളുടെ കല്യാണം കഴിയും. അപ്പം ഞാൻ ഹരീഷേട്ടനോടൊപ്പം കുടുംബക്ഷേത്രത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അതൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേനും അഖിലും ദേഷ്യം വന്നു. അവളുടെ ഒരു ഹരീഷേട്ടൻ, അമ്മേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എടാ, അവളെന്തേലും പറയട്ടെ, നീ ഒന്നും മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ഹരീഷ് ചോദിച്ചു, നീ എന്തിനാ അവരോട് ഇതൊക്കെ പറയാൻ പോയത്? അവരും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞ ഹരീഷേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസമായി പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എല്ലാവരും നടത്തി. എല്ലാവരും അവനവന് കൊണ്ടാടുന്ന ഡ്രസ്സുകളൊക്കെ എടുത്തു വന്നു. അപ്പോഴേക്കും സുധീഷ് ഹരീഷിൻ്റെ അടുത്തേക്ക് വന്നു. ഇതിനകത്ത് എന്തോ ഒന്നും എടുത്തിട്ടില്ലേ? 3-4 ജോഡി ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട്, അത് പോരെ? മതി, അത് മതിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷും നിധിയും ചാന്ദിനി എല്ലാവരും കൂടെ വന്നു. അവരുടെ എല്ലാവരുടെ ബാഗെല്ലാം ഓക്കെ ആയിരുന്നു, അവരെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നികേഷിൻ്റെ വരവ്. നികേഷ് വന്നിട്ട് ചോദിച്ചു, സുഭാഷ് ചേട്ടാ, എൻ്റെ ആ ബ്ലൂ കളറുള്ള ഷർട്ട് കഴിയിട്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു. എന്തിനാടാ ഇപ്പം അതെനിക്ക് കൊണ്ടുപോകാനായിട്ടാ. എടാ, നിനക്കത് മാത്രമുള്ളോ? വേറെ ഒന്നും ഇല്ലേന്ന് ഹരീഷ് ചോദിച്ചു. അല്ല, എനിക്കത് വേണമായിരുന്നു. എടാ, നീ ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുത്തോണ്ട് വാ, ഇനിയിപ്പോൾ അത് തന്നെ വേണമെന്ന് എന്താ നിർബന്ധം? നിനക്ക് വേറെ കുറേ ഉണ്ടല്ലോ. ഒടുവിൽ നികേഷ് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു, എല്ലാവരും പോകാൻ റെഡിയായിട്ട് വന്നു, അവൻ മാത്രം ഇതുവരെയായിട്ട് അവന് ഡ്രസ്സ് പോലും എടുത്തു വെച്ചിട്ടില്ലെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വലിയ ബാഗൊക്കെ ആയിട്ട് വന്നു. ആ ബാഗ് കണ്ടപ്പോൾ സുധീഷ് ചോദിച്ചു, എടാ നീ അവിടെ സ്ഥിരതാമസമാക്കാൻ പോവാണോ? ഒന്ന് പോ സുധീഷ് ചേട്ടാ, ആവശ്യത്തിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണ്ടേന്ന് ചോദിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷത്തോട് കൂടിയിട്ട് ബാഗെല്ലാം കൊണ്ട് കാറിൻ്റെ ഡിക്കിലേക്ക് വെക്കുവാണ്. ആ സമയം ഭാസ്കരൻ അങ്ങോട്ടേക്ക് പാഞ്ഞു വന്നു. തൻ്റെ ബാഗ് എടുത്ത് ആ ഡിക്കിക്കകത്തേക്ക് വെച്ചു. അത് കണ്ടപ്പോൾ സുധീഷ് ചോദിച്ചു, അല്ല നിങ്ങൾ ഞങ്ങളോടൊപ്പം കാറിനാണോ വരുന്നത്? പിന്നെ എനിക്കൂടെ വരാനുള്ള സ്ഥലമൊക്കെ ഈ കാറിനകത്തുണ്ട്, 7 പേർക്ക് സുഖമായിട്ട് വാ. നിനക്കെന്താടാ വല്ല ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചു. നിനക്ക് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞാൽ ഞാൻ ഡ്രൈവ് ചെയ്തോളാം. അയ്യോ വേണ്ടായേ, ഞാൻ ഡ്രൈവ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, എടാ സുധീഷേ, നോക്കിയും കണ്ടുമൊക്കെ പോകണം കേട്ടോ എന്ന് പറഞ്ഞു. ഓ പിന്നെ എന്തിനാ സുഭാഷ് ചേട്ടാ ഇങ്ങനെ പറയണേ? എനിക്കറിയാവുന്ന കാര്യമല്ല നോക്കിയും കണ്ടുമൊക്കെ പോകണമെന്ന്. പിന്നെ എന്നെ ഡ്രൈവിങ് പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അറിയാം, എന്നാലും എന്നാ ബാ കയറ്. അപ്പോഴേക്കും ഭാസ്കരൻ ഓടിപ്പോയി അകത്ത് പോയിട്ട് എന്ത് ചെയ്തു, 2 നാരങ്ങയൊക്കെ എടുത്തോണ്ട് വന്നു. ഐശ്വര്യമായിട്ട് വേണം പോവാൻ എന്നും പറഞ്ഞിട്ട് ആ ടയറിനടിയിലേക്ക് വെച്ചു. ഇനി വണ്ടി എടുത്തോളാനൊക്കെ പറഞ്ഞു. സുധീഷ് അമ്പരപ്പോട് കൂടി ഭാസ്കരനെ നോക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ കയറി. സുധീഷിനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഫ്രണ്ട് ഹരീഷാണ്, നിധിയോടൊന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് പാട്ട് നല്ല സൗണ്ട് വെച്ചു. ആ സമയം ഭാസ്കരൻ ചോദിച്ചു, എന്തിനാടാ അത്? ഈ പാട്ട് എന്താ ഇത്ര സൗണ്ട് വെച്ചേക്കണമെന്ന് ചോദിച്ചു. എന്താ പാട്ട് വെക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു. പാട്ട് വെക്കാം, പക്ഷെ ഇത്ര സൗണ്ടിൻ്റെ കാര്യമുണ്ടോ? അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, അതെ, പാട്ടൊക്കെ കേട്ട് നല്ല സന്തോഷത്തോടു കൂടി വേണം പോകാനായിട്ട്. കാരണം നിധിയെ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ് വെച്ചിരിക്കുന്നത്. ഭാസ്കരൻ പറഞ്ഞു, പിന്നെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴാണ് അവൻ്റെ ഒരു റൊമാൻറ്റിക് പാട്ട് എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, ആയിക്കോട്ടെ, എങ്കിൽ പാട്ട് ഓഫ് ചെയ്തോളാം എന്ന് പറഞ്ഞ് പാട്ട് ഓഫ് ചെയ്തു. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അതെ, എല്ലാവരും ഇങ്ങനെ എന്താ ഒന്നും മിണ്ടായിരിക്കണമെന്ന് സുധീഷ് പറഞ്ഞു. എന്ത് മിണ്ടാനായിട്ട്? ഇവിടെ ആരും ഒന്നും സംസാരിക്കുന്നില്ല. നിധി, നിനക്കൊന്നും പറയാനില്ലെന്ന് ചോദിച്ചു. ഞാനെന്ത് പറയാനായിട്ടാ? അല്ല, എന്തേലുമൊക്കെ ഒന്ന് സംസാരിക്കുക. ഇടയ്ക്കിടയ്ക്ക് സുധീഷ് കണ്ണാടി കൂടെ നിധിയെ നോക്കുന്നുണ്ടായിരുന്നു.
നിധി തന്നെ നോക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചാന്ദിനിയൊക്കെയാണ് നല്ല ഹാപ്പിയാണ്. അതുപോലെ തന്നെ നികേഷൊക്കെ അതായിരുന്നു. ആദ്യമായിട്ടാണ് കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം കാര്യങ്ങളും എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. അങ്ങനെ കുറേ ദൂരം ചെന്നു. അപ്പോഴേക്കും സുധീഷ് പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, അതെ നമ്മുടെ സ്ഥലം എത്തിയോ, കുടുംബക്ഷേത്രത്തിനകത്ത് എത്താറായെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, അത് നീ എന്തിനാടാ എന്നോട് ചോദിക്കുന്നത്? അല്ല, നിങ്ങളുടെ സ്വന്തം സ്ഥലമല്ലേ, നിങ്ങൾ ജനിച്ച് വളർന്ന നാടല്ലേ, അപ്പം വഴിയും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാന്ന് പറഞ്ഞു. അതെ, വഴി അറിയണം, നീ ഒരു കാര്യം ചെയ്യാം, ഇവിടെ വണ്ടി ഒതുക്കിയിട്ട് റോഡ് സൈഡിലുള്ള ഏതെങ്കിലും കടക്കാരനോട് ചോദിച്ചാൽ മതി. ഓ, അപ്പം നിങ്ങൾക്ക് അത്ര അറിയത്തുള്ളല്ലേ, ഇവിടത്തെ കുറിച്ച് എല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് വെറും തള്ളി മറിക്കലായിരുന്നല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ നിധി ഭാസ്കരനോട് ചോദിച്ചു, അല്ല അച്ഛൻ അറിയത്തില്ലേ, അച്ഛൻ കുറേ കാലം ഈ നാട്ടിലൊക്കെ താമസിച്ചാന്ന് പറഞ്ഞിട്ട്. അതെ, നാട്ടിൽ താമസിച്ചെന്ന് പറഞ്ഞിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ വഴി അറിയണമെന്നുണ്ടോ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നിന്നെ ഇവിടെ ഇറക്കി വിട്ടാൽ നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി അറിയാമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നിധി പറഞ്ഞു, ഇവിടെ വിട്ടാൽ അറിയത്തില്ല, ഒരു പക്ഷെ അവിടുത്തെ വീട്ടിൽ വിട്ടാൽ അറിയാമെന്ന് പറഞ്ഞു. പിന്നെ അറിയാം, നല്ല കഥയായിപ്പോയെന്ന് പറഞ്ഞ് ഭാസ്കരൻ നിധിയെ കളിയാക്കി. അപ്പോഴേക്കും നിധിക്ക് ആ പാടൊരു ചമ്മലായിപ്പോയി. ആ സമയം സുധീഷ് പറഞ്ഞു, അതെ നിങ്ങൾ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് വഴി അറിയാമെങ്കിൽ പറയാൻ പറഞ്ഞു. ഈ സമയത്ത് ഭാസ്കരൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി ചോദിച്ചു, അല്ല നമ്മൾ അവിടെ ചെന്നിട്ട് എവിടെയാണ് തങ്ങുന്നതെന്ന് ചോദിച്ചു. ഹരീഷ് പറഞ്ഞു, അത് ശരിയാണല്ലോ, നമ്മൾ അവിടെ ചെന്ന് എവിടെയെങ്കിലും തങ്ങണ്ടേ, അതിനൊക്കെ സെറ്റപ്പ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. ഞാനൊരാളെ അവിടുത്തെ വിളിച്ച എല്ലാ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അയാൾ ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദൂരം കൂടെ ചെന്നിട്ട് സുധീഷ് വണ്ടി നിർത്തി ഒരാളെ ഫോൺ ചെയ്യുവാണ്. അല്ല, ആരെയാണ് നീ ഫോൺ ചെയ്ത് സുഭാഷ് ചോദിച്ചു. അതെ, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ട്, കാര്യങ്ങളൊക്കെ വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്, അയാൾ ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. അല്ല, എന്നെ ഫോൺ വിളിച്ചതിനകത്തുനിന്ന് ആരാ? ഒരു സുധീഷ്, അത് ഞാനാന്ന് പറഞ്ഞു. എന്നെ മനസ്സിലായോ? എന്നെയാണ് ഫോൺ വിളിച്ചോണ്ടിരുന്നത്. ആ, മണിച്ചേട്ടനാണോ എന്ന് ചോദിച്ചു. അതെ നിങ്ങൾ മടുത്തോ ക്ഷീണിച്ചോ എന്നൊക്കെ ചോദിച്ചു. ചായ വല്ലതും കുടിക്കുന്നുണ്ടോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചേട്ടാന്ന് പറഞ്ഞു. പിന്നീട് സുധീഷ് ഓരോരുത്തരെ പരിചയപ്പെടുത്തുവാണ്. ഇതെൻ്റെ ചേട്ടൻ സുഭാഷ് എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഭാസ്കരൻ എന്ത് ചെയ്തു? ഭാസ്കരൻ നേരെ അങ്ങ് നടക്കുവാണ്. അപ്പോഴേക്കും സുഭാഷ് പിന്നാലെ ഓടിച്ചെന്നു. അച്ഛനിത് എങ്ങോട്ടാ പോണേ? ഒന്നാമത്തെ കാര്യം വഴി സ്ഥലമൊന്നും അച്ഛൻ അറിയില്ലല്ലോ. എടാ, എൻ്റെ നാട്ടിൽ വന്നാൽ പിന്നെ എനിക്കറിയാൻ പാടില്ലേ? നീയൊക്കെ പോയിക്കോ, താമസിക്കുന്നിടത്തേക്ക് പോയിക്കോ, താമസ സ്ഥലത്ത് വൈകുന്നേരം ഞാൻ എത്തിക്കോളാം. എൻ്റെ നാട്ടിൽ വന്നിട്ട് അവൻ എന്നെ വഴി പഠിപ്പിക്കാം, അണ്ണാങ്കുഞ്ഞിനെ മരം കയറ്റം പഠിപ്പിക്കുന്ന പോലെ. ഒന്ന് പോടാ അവിടെ നിന്ന് പറഞ്ഞ് ഭാസ്കരൻ പോയി. സുഭാഷിനോട് ആകെപ്പാടെ ഞെട്ടല. ഇനിയിപ്പം ഭാസ്കരനെ അന്വേഷിച്ച് പോകേണ്ട വരുമോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ഈ സമയം സുധീഷിനോട് ആ പുള്ളിക്കാരൻ പറഞ്ഞു, അതെ എൻ്റെ പിന്നാലെ വണ്ടിയും കൊണ്ട് പോരെ, വീടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എങ്കിൽ ശരി. പിന്നീട് അവർ വീടിൻ്റെ അവിടേക്ക് ചെല്ലുവാണ്. വീട് കണ്ടിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ നികേഷിനും ഹരീഷിനും ഒക്കെ ഇഷ്ടമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നികേഷ് ചോദിച്ചു, അല്ല സുധീഷ് ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? അച്ഛൻ്റെ കുടുംബത്തറവാടോ ഇവിടെ എന്നല്ലേ പറഞ്ഞേ? കുടുംബത്തറവാടോ? അല്ല, കുടുംബക്ഷേത്രമേ. എങ്കിലും അങ്ങനെ പറ. അല്ല, അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഇവിടെ ജനിച്ചു വളർന്നതാണെങ്കിൽ അച്ഛൻ്റെ സ്വത്തുവകകൾ വലുതും ഇവിടെ കാണുമോ? എന്ത് സ്വത്തുവകകൾ? അല്ല, നമ്മൾ കേട്ടിട്ടില്ലേ പാരമ്പര്യമായിട്ട് കുറേ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ തറവാടും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുമെന്ന്, അങ്ങനെ എന്തേലും? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് ചിരിച്ചു. സുധീഷ് കിടന്ന് ചിരിക്കുകയാണ്. എടാ, നീ അല്ലാതെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമോ? അത് നമ്മുടെ അച്ഛന് വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവർ കാലിൽ നിന്നൊക്കെ ഇറങ്ങിക്കുമ്പോഴത്തേനും മണി ഓടി വന്നിട്ട് പറഞ്ഞു, അതെ ഈ വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത്. ഇന്നിപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ലല്ലോ, നാളെ എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയിട്ട് രാവിലെ ക്ഷേത്രത്തിലേക്ക് പോകാൻ റെഡിയായി മതിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് ചോദിച്ചു, അല്ല ഈ വീട്ടിൽ ഞങ്ങൾ ഇത്രയും പേർക്ക് താമസിക്കാൻ പറ്റുമോ? പിന്നെ അതേ കുടുംബക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ താമസിക്കുന്നേ. അപ്പോഴേക്കും നികേഷ് ചോദിച്ചു, അല്ല ഈ കുടുംബക്ഷേത്രത്തിൽ വേറെ ആൾക്കാരൊക്കെ വരാറുണ്ടോ എന്ന് ചോദിച്ചു. അതെ, നിങ്ങൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാ, നിങ്ങളുടെ കുടുംബക്ഷേത്രമായിരിക്കും, പക്ഷേ എങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ എത്ര വിശ്വാസമാണെന്നറിയാവോ? അത് നിങ്ങൾ അറിയാൻ പോകുന്നുള്ളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കണം. എന്നിട്ട് ചോദിച്ചു, അല്ല ഇവിടെ കുറേ ചെരുപ്പൊക്കെ ഉണ്ടല്ലോ, ഈ വീട്ടിൽ വേറെ ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചു. അത് പറയാൻ ഞാൻ മറന്നുപോയി, നിങ്ങളുടെ സ്വന്തക്കാരൊക്കെ തന്നെ ഇവിടെയുള്ളേ. സ്വന്തക്കാരോ? അതേന്നേ, അവർ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. അപ്പോഴാണ് അകത്തുനിന്ന് സുനന്ദ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. സുനന്ദയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് എല്ലാവരും ഞെട്ടി. നീയോ എന്ന് ചോദിച്ചുകൊണ്ട് സുഭാഷ് പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു. നിങ്ങളോ? സുനന്ദയ്ക്ക് വിശ്വാസം വന്നില്ല. അല്ല, നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന. അല്ല നീയോ? ഞാനും ഇങ്ങോട്ട് വന്ന, ഞാനും അമ്മയുണ്ട്, നിഖിലേട്ടനും ഉണ്ടെന്ന് പറഞ്ഞു. ഇതെങ്ങനെ? അപ്പോഴേക്കും മണി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് പോയേക്കാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങോട്ടേക്ക് പോയി.
ആ സമയത്താണ് സുനന്ദയെന്ന് പറഞ്ഞുകൊണ്ട് അകത്തുനിന്ന് ലളിത അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. പുറത്ത് സുഭാഷും ഹരീഷും എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ടപ്പോൾ ലളിതയ്ക്ക് ഒട്ടും സഹിച്ചില്ല. നിങ്ങളെന്ത് കാണിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നും പറഞ്ഞുകൊണ്ട് കുറേ ചീത്ത അങ്ങോട്ട്. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അതെ അങ്ങനെ അങ്ങോട്ട് ചീത്ത പറയാൻ പറ്റേ, ഞങ്ങൾ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന, അതിന് നിങ്ങളുടെ മാത്രം സ്വത്തൊന്നും അല്ലോ, ഇത് കുടുംബക്ഷേത്രമല്ലേ, ഞങ്ങളുടെ കൂടെ ക്ഷേത്രമാണെന്ന് പറഞ്ഞു. വിട്ടുകൊടുക്കാനായിട്ട് ഒരുക്കം ഉണ്ടായിരുന്നില്ല. ലളിതയ്ക്കാണ് ഭ്രാന്ത് പിടിക്കുന്നതോട് തോന്നി. ലളിത വിട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. അപ്പോഴാണ് നിഖിൽ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ആഹാ, ഇതാരൊക്കെയാ വന്നിരിക്കുന്നേ, സന്തോഷമായിരിക്കുന്നല്ലോ. അല്ല, നിങ്ങൾ വരുന്നതിനെക്കുറിച്ചൊന്നും സുനന്ദ പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. സുനന്ദ പറഞ്ഞു, അത് പിന്നെ നിഖിലേട്ടാ, അപ്രതീക്ഷിതമായിട്ടാ ഇവരിങ്ങോട്ടേക്ക് വന്നേ, ഞാൻ വരുന്ന കാര്യം ഇവർക്കും അറിയണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. നിഖിലിന് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പം. പക്ഷെ ലളിതയ്ക്ക് സഹിച്ചില്ല. ലളിതയ്ക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ നാളെ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.